ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇപ്പോൾ CSEB എക്സാം നമ്മൾ വരുമ്പോൾ തന്നെ നമ്മളെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. സത്യമായി പറയട്ടെ, ആ കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ പുതിയൊരു സീരീസുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ആ സീരീസിൻ്റെ പേരാണ് സൂപ്പർ ഓവർ. എന്താ സൂപ്പർ ഓവർ? അതായത് ഇപ്പോൾ IPL സമയമാണ് അല്ലേ, IPL ക്രിക്കറ്റിൻ്റെ സമയമാണ്. നിങ്ങളൊക്കെ ഓരോരോ ടീമിനായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവും അല്ലേ. ചിലർ ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരിക്കാം, മുംബൈ ഇന്ത്യൻസ് ആവാം അല്ലേ. അപ്പോൾ ഒരുപാട് ടീമുകളിൽ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അപ്പോൾ ആ ടീമുകളൊക്കെ കളിക്കുന്ന സമയത്ത് രണ്ടുപേരും ഒരേ സ്കോറിലെത്തി എന്താ ചെയ്യുക? നമ്മൾ സൂപ്പർ ഓവർ കളിക്കും അല്ലേ. ആ സൂപ്പർ ഓവർ കളിക്കുന്ന സമയത്തോ നമ്മൾ ഇറക്കുന്നത് കറക്റ്റായിട്ടുള്ള ബാറ്റ്സ്മാൻ ആയിരിക്കും ഇറക്കുക, അതേപോലെ ബൗൾ ചെയ്യാനും കറക്റ്റായിട്ട് ബൗളറെ ഇറക്കുക അല്ലേ. നമ്മൾക്ക് അവരിൽ വിശ്വാസമായിരിക്കും. നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്ന ഒരാൾ ആ സൂപ്പർ ഓവറിൽ നല്ല ഹിറ്റ് റണ്ണുകൾ ചേസ് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ആ ബാറ്റർ നല്ല രീതിയിലുള്ള റണ്ണുകൾ ഉണ്ടാക്കിയാൽ മാത്രമേ അവർക്ക് അല്ലെ ആ ടീമിന് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് സൂപ്പർ ഓവറിൻ്റെ പ്രത്യേകത അല്ലേ. അവിടെ എന്താണ്, നല്ല രീതിയിൽ സ്കോറാണ് നേടേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ നല്ല രീതിയിൽ സ്കോർ നിങ്ങൾ നേടണം. അപ്പോൾ അതിനുവേണ്ടി എതിർ ടീമിലോ നല്ലൊരു ബൗളറും ഉണ്ടാവും അല്ലേ. ആ ബൗളർ എറിയുന്ന ഓരോ ബോളും ഹിറ്റ് ചെയ്തുകൊണ്ട് സിക്സറുകളാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഒരു സീരീസും. ഞങ്ങൾ നല്ല രീതിയിലുള്ള ബൗളുകൾ, അതായത് നിങ്ങൾക്ക് ബാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല രീതിയിലുള്ള ബൗളുകൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും, എറിഞ്ഞു തരും. ആ ഓരോ ബൗളുകളും നിങ്ങൾ ശരിയായ ഉത്തരത്തിലേക്ക് എന്ത് ചെയ്യും, ഹിറ്റ് ചെയ്ത് നിങ്ങളുടെ സ്കോറുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കും. അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഓരോരോ സബ്ജക്റ്റിൻ്റെയും സെലക്റ്റീവായ ക്വസ്റ്റ്യൻസ് എടുത്തുകൊണ്ടാണ് ഈ സൂപ്പർ ഓവർ എന്നുള്ള സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സ്റ്റേ ട്യൂൺ. ഓരോരോ സബ്ജക്റ്റിൻ്റെയും എന്തുണ്ടാവും, വീഡിയോസ് ഇതേപോലെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ബാങ്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ബാങ്കിങ്? മോഡേൺ ബാങ്കിങ് അല്ലെ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ്, ഇതൊക്കെ നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ആയതുകൊണ്ട് തന്നെ ബാങ്കിങ്ങിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബാങ്കിങ് എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ബാങ്കിങ് അല്ലേ. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? നോട്ട് എ ഫീച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇവിടെ എന്താണ് ഫീച്ചർ അല്ലാത്തത്? ഫീച്ചർ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം നാലെണ്ണം. ഇറ്റ് അലൗസ് ബാങ്കിങ് ഫ്രം എനി പ്ലേസ് അറ്റ് എനി ടൈം. പറ്റില്ലേ അല്ലേ. ഇലക്ട്രോണിക് ബാങ്കിങ് നമുക്ക് എവിടെ നിന്ന് ഉപയോഗിച്ചൂടെ? നമുക്ക് വീട്ടിൽ നിന്ന് ഉപയോഗിക്കാം, ഹോമിൽ നിന്ന് ഉപയോഗിക്കാം, ഓഫീസിൽ നിന്ന് ഉപയോഗിക്കാം, എനിവർ ബസ്സിൽ നിന്ന് ഉപയോഗിക്കാം, ബസ് സ്റ്റോപ്പിൽ നിന്ന് ഉപയോഗിക്കാം അല്ലേ. ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാങ്കിങ് യൂസ് ചെയ്യാം. അപ്പോൾ അതെന്തല്ല, അത് ഫീച്ചർ ആണ്. ഇറ്റ്സ് എ നോട്ട് ഫീച്ചർ അല്ല അല്ലേ. അടുത്തത്, ഇറ്റ് റിക്വയർസ് ഫിസിക്കൽ പ്രസൻസ് അറ്റ് ദി ബാങ്ക് ഫോർ എവറി ട്രാൻസാക്ഷൻ. അത് ശരിയാണോ? ശരിയാണോ അത്? നമുക്ക് നോക്കാം. അടുത്ത രണ്ടെണ്ണം കൂടി വായിച്ചിട്ട് അത് ശരിയാണോ നമുക്ക് നോക്കാം. അടുത്തത്, ഇറ്റ് എനേബിൾസ് ഓട്ടോമാറ്റഡ് ഡെലിവറി ഓഫ് സർവീസസ് വൈ ദ ഇന്റർനെറ്റ്. ശരിയല്ലേ. അവിടെ എന്ത് ചെയ്തത്, ഇന്റർനെറ്റ് മുഖാന്തരമാണ് എല്ലാ സർവീസസും അവിടെ നടക്കുന്നത്. ശരിയാണ്. അടുത്തത്, ഇറ്റ് ഈസ് ഓൾസോ റെഫേർഡ് ടു ആസ് ഓൺലൈൻ ബാങ്കിങ് ഓർ വെർച്വൽ ബാങ്കിങ്. ഇതെന്ത് അറിയപ്പെടുന്നു? ഓൺലൈൻ ബാങ്കിങ് അല്ലെങ്കിൽ വെർച്വൽ ബാങ്കിങ് അറിയപ്പെടുന്നു. അപ്പോൾ ഇവിടെ വായിച്ചു നോക്കിയ സമയത്ത് ACB ഇത് രണ്ടും എന്താണ്, ഫീച്ചറാണ്. അപ്പോൾ ഫീച്ചർ അല്ലാത്തപ്പോൾ ഏതേ വരുന്നുള്ളൂ, B ആണ് ഇവിടെ ഫീച്ചറായിട്ട് അല്ലാത്തത്. എന്തുകൊണ്ട് അവിടെ വരുന്നു? എന്താ അവിടെ ചോദിച്ച കാരണം? ഇറ്റ് റിക്വയർസ് ഫിസിക്കൽ പ്രസൻസ് അറ്റ് ദി ബാങ്ക് ഫോർ എവറി ട്രാൻസാക്ഷൻ. അതിൻ്റെ ആവശ്യമുണ്ടോ? അതായത് നമുക്ക് ഗൂഗിൾ പേയിലൂടെ പൈസ കഴിച്ചു, നമ്മൾ ആര്യാസ് ഹോട്ടലിൽ പോവുകയാണ്. ആര്യാസ് ഹോട്ടലിൽ പോയിട്ട് നല്ല മീൽസ്, അതായത് ഉച്ചയ്ക്കുള്ള ഊണ് കഴിച്ചു. ഊണ് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഭക്ഷണത്തിന് 100 രൂപയാണ്. ഈ 100 രൂപ നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ വേണ്ടിയിട്ട് ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവിടെ QR സ്കാനർ ഉണ്ടാവും. ആ സ്കാനർ എന്ത് ചെയ്താൽ മതി, സ്കാൻ ചെയ്താൽ മതി, പൈസ പോയിക്കോളും. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷനും അവിടെ എന്താ ആവശ്യമില്ല, ബാങ്കിൻ്റെ അടുത്ത് ഒരു പ്രസൻസ് ആവശ്യമില്ല. അതെങ്ങനെ, ഫിസിക്കൽ പ്രസൻസ് ആവശ്യമില്ല. സോ അവിടെ നോട്ട് എ ഫീച്ചർ ആയിട്ടുള്ള ഏതാണ്, B ആണ് അവിടെ നോട്ട് എ ഫീച്ചർ ആയിട്ടുള്ളത്. നമുക്ക് നോക്കാം അതിൻ്റെ ആൻസർ. അതെ, ആൻസർ ഏതാണ്? B ആണ്. എന്താ പറയുന്നത്, ബാങ്ക് ഈസ് സ്പെസിഫിക്കലി ഡിസൈൻ ടു എലിമിനേറ്റ് ദ നീഡ് ഓഫ് ഫിസിക്കൽ പ്രസൻസ് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്? ഫിസിക്കൽ പ്രസൻസ് അവിടെ ഇല്ലാതെയാക്കാൻ അല്ലെ, എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ എന്ത് വന്നത്, അവിടെ ബാങ്കിങ് വന്നത്. അപ്പോൾ അവിടെ ആൻസർ ഏതാണ്? B ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ. അടുത്ത് നോക്കാം. വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെബിറ്റ് കാർഡ് ആൻഡ് എ ക്രെഡിറ്റ് കാർഡ് ബേസ്ഡ് ഓൺ ദെയർ യൂസ് അല്ലെ. ഇവിടെ രണ്ട് തരത്തിലുള്ള കാർഡുകളാണ്. ഒന്ന് ഡെബിറ്റ് കാർഡ്, അടുത്തത് ക്രെഡിറ്റ് കാർഡ്. ഇവിടെ എങ്ങനെയാണ് ഡിഫറൻസ് നോക്കുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ യൂസ് അല്ലെ, യൂസേജ് മുഖാന്തരമുള്ള ഡിഫറൻസ് ആണ് ഇവിടെ നോക്കുന്നത്. സാധാരണ പോലെ നമുക്ക് വായിച്ചു നോക്കാം നാലെണ്ണം. ഒന്നാമത്തത്, എ ഡെബിറ്റ് കാർഡ് അലൗസ് സ്പെൻഡിങ് വിത്തൗട്ട് എനി ലിമിറ്റ്. ഓക്കെ. അടുത്തത്,
ക്രെഡിറ്റ് കാർഡ് റിക്വയർ ഇമ്മീഡിയറ്റ് ഡിഡക്ഷൻ ഫ്രം ദി അക്കൗണ്ട്. അടുത്തത് ഡെബിറ്റ് കാർഡ് റിക്വയർ ഫണ്ട് ടു ബി അവൈലബിൾ ഇൻ ദി അക്കൗണ്ട് അറ്റ് ദി ടൈം ഓഫ് ട്രാൻസാക്ഷൻ. പിന്നെ ക്രെഡിറ്റ് കാർഡ് കനോട്ട് ബി യൂസ്ഡ് ഓൺ ദി ഇന്റർനെറ്റ്. ഏതായിരിക്കാം വരിക? ഏതായിരിക്കാം നോക്കാം നമുക്ക്. ഇവിടെ ഡെബിറ്റ് കാർഡ് സ്പെൻഡിങ് വിത്തൗട്ട് എനി ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഒന്നാമത്തെ ഡെബിറ്റ് കാർഡ് അല്ലേ. ഡെബിറ്റ് കാർഡ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ അതെന്താണ്? അത് ഒരു തരത്തിലുള്ള ശരിയായ ഉത്തരമാണ്. നമുക്ക് രണ്ടിനെ ഡിഫറൻസ്, മെയിൻ ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അടുത്തത് ക്രെഡിറ്റ് കാർഡ് റിക്വയർ ഇമ്മീഡിയറ്റ് ഡിഡക്ഷൻ ഫ്രം ദി അക്കൗണ്ട്. അങ്ങനെയാണോ? ക്രെഡിറ്റ് കാർഡ് വെച്ചാൽ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുന്നു? അതായത് തൽക്കാലം ബാങ്ക് പൈസ എടുത്ത് കൊടുക്കുന്നു, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ നിക്ഷേപിച്ചാൽ മതി. അതല്ലേ ക്രെഡിറ്റ് കാർഡിന്റെ യൂസേജ് വരുന്നത് അല്ലേ. അടുത്തെന്താണ്? ക്രെഡിറ്റ് കാർഡ് കനോട്ട് ബി യൂസ്ഡ് ഓൺ ദി ഇന്റർനെറ്റ്. അതാണോ? അവസാനം നമുക്ക് ആൻസർ സി ആണ് കിട്ടുക. ഡെബിറ്റ് കാർഡ് റിക്വയർ ഫണ്ട് ടു ബി അവൈലബിൾ ഇൻ ദി അക്കൗണ്ട് അറ്റ് ദി ടൈം ഓഫ് ട്രാൻസാക്ഷൻ അല്ലേ. എന്താണ്? ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ സമയത്ത് നമ്മളെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് ഒരു മെയിൻ ഡിഫറൻസ്. അതായത് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് പറയാൻ പറ്റുക അതാണ്. ഓക്കെ, നമുക്ക് നോക്കാം എൻ്റെ ആൻസർ എങ്ങനെയാണെന്നുള്ളത്. ആൻസർ സി ആണ് വരുന്നത്. നോക്കൂ, ഡെബിറ്റ് കാർഡ് റിക്വയർ റിയൽ ടൈം ഇലക്ട്രോണിക് ഓതറൈസേഷൻ ആൻഡ് ഇമ്മീഡിയറ്റ് ഡിഡക്ഷൻ ഫ്രം ദി യൂസേഴ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലേ. ഡെബിറ്റ് കാർഡ് എന്ത് ചെയ്യുന്നു? റിയൽ ടൈം ഇലക്ട്രോണിക് ഓതറൈസേഷൻ കൊണ്ട് തന്നെ അവിടെ ഇമ്മീഡിയറ്റ് ഡിഡക്ഷൻ അവിടെ സംഭവിക്കുന്നു. ക്രെഡിറ്റ് കാർഡോ? ക്രെഡിറ്റ് കാർഡ് അലോ ബോറോയിങ് വിത്ത് എ സെറ്റ് ക്രെഡിറ്റ് ലിമിറ്റ് അല്ലേ. അവിടെ എന്ത് ചെയ്യുന്നു? തൽക്കാലം കടം പോലെ എടുക്കുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? അടുത്ത സ്റ്റേറ്റ്മെന്റ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ്, രണ്ട് സ്റ്റേറ്റ്മെന്റ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഏതാണോ കറക്റ്റ് ആയിട്ടുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കണം അല്ലേ. നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? എ സിംഗിൾ ഡെബിറ്റ് കാർഡ് മേ സപ്പോർട്ട് പിൻ ഡെബിറ്റ്, സിഗ്നേച്ചർ ഡെബിറ്റ് ആൻഡ് ഇലക്ട്രോണിക് പേഴ്സ് സിസ്റ്റം. അടുത്ത സ്റ്റേറ്റ്മെന്റ് 2, ഡെബിറ്റ് കാർഡ് ആർ നെവർ യൂസ്ഡ് ഫോർ ഓൺലൈൻ പർച്ചേസസ്. ഇവിടെ ഏതായിരിക്കാം ട്രൂ വരിക? Both statements are true. Statement 1 is true, statement 2 is false. Then statement 1 is false, statement 2 is true. Then both statements are false. ഏതായിരിക്കാം? നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് വായിച്ച സമയത്ത് ഇത് രണ്ടും ശരിയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ശരിയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതല്ല ഉത്തരം. ഇനി അടുത്തത്, ഒന്ന് ശരിയും ഒന്ന് തെറ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിയു അല്ല അതിൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇതിൽ രണ്ടിൽ നിന്ന് ഏതോ ഒന്നാണ് അതിൻ്റെ ഉത്തരം അല്ലേ. നോക്കാം നമുക്ക് എന്താണ്. എ സിംഗിൾ ഡെബിറ്റ് കാർഡ് മേ സപ്പോർട്ട് പിൻ ഡെബിറ്റ്, സിഗ്നേച്ചർ ഡെബിറ്റ് ആൻഡ് ഇലക്ട്രോണിക് പേഴ്സ് സിസ്റ്റം. അതവിടെ എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. ഒന്നാമത്തത് അവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തതോ ഡെബിറ്റ് കാർഡ് നെവർ യൂസ്ഡ് ഫോർ ഓൺലൈൻ പർച്ചേസസ്. ഡെബിറ്റ് കാർഡ് കൊണ്ട് നമുക്ക് ഓൺലൈൻ പർച്ചേസ് നടത്താൻ പറ്റത്തില്ലേ? പറ്റുമല്ലോ അല്ലേ. നമുക്ക് ഡെബിറ്റ് കാർഡിൻ്റെ ഓൺലൈൻ പർച്ചേസ് നടത്താം. എങ്ങനെ? ഇപ്പോൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ നമ്മൾ പർച്ചേസ് സമയത്ത് ഗൂഗിൾ പേ ഇല്ലെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഡെബിറ്റ് കാർഡിൻ്റെ നമ്പർ, അതേപോലെ CVV, നമ്മളെ ഫോൺ നമ്പർ, ഇതൊക്കെ അടിച്ചു കൊടുത്താൽ നമ്മളെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP അവിടെ കറക്റ്റായിട്ട് നമ്മൾ 4 ഡിജിറ്റ് കോഡ് OTP അവിടെ അടിച്ചു കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പർച്ചേസോ എന്ത് വേണം നടത്താൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ എന്താണ്? ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഉത്തരം ഏതാ വരിക? ബി ആണ് അവിടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, നോക്കാം നമുക്ക് ഏതാ ഉത്തരം വരിക എന്നുള്ളത്. അതെ, ഏതാണ്? ബി ആയിട്ട് ഉത്തരം വരിക. നോക്കൂ, ഇവിടെ മെനി ഡെബിറ്റ് കാർഡ് ക്യാൻ സപ്പോർട്ട് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ ടൈപ്പ് ഇൻക്ലൂഡിംഗ് ഓൺലൈൻ, ഓഫ്ലൈൻ ആൻഡ് സ്റ്റോർഡ് വാല്യൂ സിസ്റ്റം. ഡെബിറ്റ് കാർഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഓൺലൈൻ പർച്ചേസസ് വിത്ത് പ്രോപ്പർ പിൻ ഓതന്റിക്കേഷൻ ഓർ OTP. അതാണ് അവിടെ പറഞ്ഞത് അല്ലേ. പ്രോപ്പർ പിൻ ഓതന്റിക്കേഷൻ OTP മുഖാന്തരം നമുക്ക് എന്ത് ചെയ്യാം? ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി സാധിക്കും. സോ അതുകൊണ്ട് തന്നെ അവിടെ ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. ഇനിയും ഇതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് 1ഉം അതേപോലെ സ്റ്റേറ്റ്മെന്റ് 2 ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. എം ബാങ്കിങ് ഈസ് ലിമിറ്റഡ് ടു ചെക്കിംഗ് അക്കൗണ്ട് ബാലൻസസ് ഓൺലി. അടുത്തത്, എം ബാങ്കിങ് എനേബിൾ എ റേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ യൂസിങ് മൊബൈൽ ഡിവൈസസ്. ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് ഇത് ഏതായിരിക്കും? നേരത്തെ പോലെ തന്നെ വ്യത്യാസങ്ങളില്ല. ഏതായിരിക്കും? വായിച്ചു നോക്കാം നമുക്ക്. ഏതായിരിക്കാം? നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇത് രണ്ടും ട്രൂ ആണോ? അല്ല. ഇത് രണ്ടും എന്തല്ല? ട്രൂ ആയുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. അപ്പോൾ ഇതല്ല ഉത്തരം. രണ്ടും ഫോൾസ് ആണോ? അതും അല്ല. അപ്പോൾ എയും ബിയും അല്ല. ഇതിൽ പെട്ട, അതായത് സിയോ ഡിയിലോ പെട്ട ഏതോ ഒന്നാണ് ഉത്തരമുള്ളത്. നോക്കാം. എം ബാങ്കിങ് ഈസ് ലിമിറ്റഡ് ടു ചെക്കിംഗ് അക്കൗണ്ട് ബാലൻസ് ഓൺലി.
എം ബാങ്കിങ് അഥവാ മൊബൈൽ ബാങ്കിങ് അല്ലേ, എം ബാങ്കിങ് അഥവാ മൊബൈൽ ബാങ്കിങ്, അവിടെ ബാലൻസ് ചെക്ക് ചെയ്യാൻ, അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യാൻ മാത്രമാണോ നമ്മൾ എം ബാങ്കിങ് ഉപയോഗിക്കുക? നമ്മൾ ബാങ്കിങ്ങിൽ എം ബാങ്കിങ് അഥവാ മൊബൈൽ ബാങ്കിങ് ഉപയോഗിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? നമ്മൾ വെറും ബാലൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണോ? അല്ല, മറ്റൊരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അടുത്തതാണ് എം ബാങ്കിങ് എനേബിൾ എ റേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ യൂസിങ് മൊബൈൽ ഡിവൈസ്. അത് ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഏതാണ്? സി അല്ല അവിടെ വരിക, മറിച്ച് അവിടെ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഡി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം അല്ലേ എന്നുള്ളത്. അതെ, ആൻസർ ഏതാണ്? ഡി ആണ്. നോക്കൂ, അവിടെ എം ബാങ്കിങ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു ജസ്റ്റ് ചെക്കിങ് അക്കൗണ്ട് ബാലൻസ്. അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യാൻ മാത്രമല്ല, എന്തൊക്കെ നടക്കും? ഫണ്ട് ട്രാൻസ്ഫർ, ബിൽ പേയ്മെൻറ്റ്, പിന്നെ ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡിംഗ് വരെ എന്ത് ഉപയോഗിച്ച് നമുക്ക് നടത്താൻ വേണ്ടി പറ്റും? അവിടെ മൊബൈൽ ബാങ്കിങ് വെച്ച് നടത്താൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റേറ്റ്മെൻറ്റ് 1 ഫാൾസ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 അവിടെ എന്താണ്? ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ക്രെഡിറ്റ് കാർഡ് ബില്ലിംഗ് ആൻഡ് ഇൻട്രസ്റ്റ്? അവിടെ ക്രെഡിറ്റ് കാർഡ് ബില്ലിങ് അതേപോലെ ഇൻട്രസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന പോലെ ട്രൂ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഫസ്റ്റ് നമ്മളോട് ചോദിച്ചു ഫാൾസ് ആയിരുന്നു, ഇപ്പൊ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഇൻട്രസ്റ്റ് ഈസ് ഓൾവേസ് ചാർജ്ഡ് ഓൺ എവറി ട്രാൻസാക്ഷൻ. ഇൻട്രസ്റ്റ് ഈസ് വേവ്ഡ് ഇഫ് ദി ടോട്ടൽ ബാലൻസ് ഈസ് പെയ്ഡ് ഇൻ ഫുൾ ഈച്ച് മന്ത്. ഇൻട്രസ്റ്റ് ഈസ് ഓൺലി ചാർജ്ഡ് ആഫ്റ്റർ 6 months. നോ ഇൻട്രസ്റ്റ് ഈസ് എവർ ചാർജ്ഡ് ഓൺ ക്രെഡിറ്റ് കാർഡ്. ഇതിൽ ഏതായിരിക്കാം? ഇതിലൊന്നും നമുക്ക് ഉറപ്പാണ്. അവിടെ എന്തല്ല? ഡി അല്ല അവിടെ അല്ലേ, ഡി സ്റ്റേറ്റ്മെന്റ് അല്ല. പിന്നെ ഇൻട്രസ്റ്റ് ഈസ് ഓൾവേസ് ചാർജ്ഡ് ഓൺ എല്ലാ ട്രാൻസാക്ഷൻ അവിടെ എന്തില്ല? ഇൻട്രസ്റ്റും കൊടുത്തിരിക്കുന്നില്ല ക്രെഡിറ്റ് കാർഡിന്. ഇനി ഇതിൽ രണ്ടിൽ ഏതോ ഒന്നാണ്, ബി ആണോ അല്ലെങ്കിൽ സി ആണോ എന്ന് നമുക്ക് നോക്കണം. എന്തൊക്കെയാ? ഇൻട്രസ്റ്റ് ഈസ് ഓൺലി ചാർജ്ഡ് ആഫ്റ്റർ 6 months. അങ്ങനെയാണോ? അതായത് 6 monthsലേക്കാണോ അവിടെ എന്ത് ചെയ്യുക? ചാർജ് കൊടുക്കുക? അതുമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ ആയിട്ട് ഏതാ വരിക? ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക. എങ്ങനെ ബി ആൻസർ ആയിട്ട് വരുന്നു നോക്കാം. ആൻസർ ബി ആണ്. എങ്ങനെ വരുന്നു? ദി പാസേജ് ക്ലിയർലി സ്റ്റേറ്റ് ദാറ്റ് ഇൻട്രസ്റ്റ് ചാർജർ ആർ യൂഷ്വലി വേവ്ഡ് ഇഫ് ദി ബാലൻസ് ഈസ് പെയ്ഡ് ഇൻ ഫുൾ ഈച്ച് മന്ത്. അതർവൈസ് ഇൻട്രസ്റ്റ് ഈസ് ചാർജർ ഫ്രം ദി ഡേറ്റ് ഓഫ് പർച്ചേസ്. അല്ലെ, അവിടെ എങ്ങനെ വരുന്നു? ബാലൻസ് ഈസ് പെയ്ഡ് ഇൻ ഫുൾ ഈച്ച് മന്ത് അല്ലെ. അവിടെ അതുകൊണ്ട് തന്നെ അവിടെ ഏതാണ്? അവിടെ ബി ആണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് കിട്ടുക അല്ലെ. ബി ആണ് അവിടെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. CSEBയുടെ മറ്റൊരു ഓഫറാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മൾ CSEBയുടെ ബിഗിനേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സ് ബാച്ച് എന്താ നിങ്ങൾക്ക് അറിയാം, ഒരുപാട് വീഡിയോകൾ പറഞ്ഞതാണ്. സോ ബിഗിനേഴ്സ് ബാച്ചിൽ ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ ഓഫറോട് കൂടി ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് ഈ ഒരു ബിഗിനേഴ്സ് ബാച്ച്. നമുക്ക് ആദ്യം മുതലേ പഠിക്കാം. ഒരുപാട് PDF നോട്ട് കിട്ടി, ക്വറി ഹാൻഡ്ലിങ്ങിലൂടെ, റെക്കോർഡ് സെഷനിലൂടെ നമുക്ക് പഠിച്ചൊരു റാങ്ക് എന്ന സ്വപ്നത്തിലേക്ക് എത്താം. സോ ഈ ബാച്ചിനെ പറ്റി കൂടുതൽ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും വേണ്ടി നമുക്ക് ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം മുതലേ പഠിച്ചുകൊണ്ട് നല്ല രീതിയിൽ ബേസ് ഉണ്ടാക്കിക്കൊണ്ട് പുതിയ എക്സാമിനെ നമുക്ക് എന്ത് ചെയ്യാം? ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാം.